കൊടിക്കുന്നിൽ സുരേഷിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. കൊടിക്കുന്നിലിനെ പരിഹസിച്ച് KSUവിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജു ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൊട്ടാരക്കര നഗരസഭയിലേത് കൊടിക്കുന്നിലിന്റെ വിജയമെന്നാണ് പോസ്റ്റ്. കൊട്ടാരക്കര നഗരസഭ LDF നിലനിർത്തി UDFന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. എന്തിനാണ് പാർട്ടി ഇങ്ങനെ നശിപ്പിക്കുന്നതെന്നും അജു ജോർജ് പോസ്റ്റിൽ ചോദിച്ചു. KSU നേതാവ് അൻവർ സുൽഫിക്കറിന്റെ പരാമർശം ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്നും ആരുടെ പ്രേരണയിലാണെന്നും പാർട്ടി പരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിച്ചു കയറാവുന്ന ഒരു സ്ഥലമല്ല കൊട്ടാരക്കര. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ പ്രവർത്തിച്ച അതേ നേതാവാണ് അൻവർ സുൽഫിക്കർ. തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഈ വിജയാഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ ഒരു കൊട്ടാരക്കര പോലുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു KSU നേതാവ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്, ആരുടെ പ്രേരണയിലാണ് എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. ഒരു നിയോജകമണ്ഡലത്തിൽ ഏതാനും സീറ്റുകൾ കുറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഒരു പാർലമെൻറ്റിലെ ചീഫ് വിപ്പായിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരു സീനിയർ നേതാവിനെ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ചത്, അല്ലെങ്കിൽ എനിക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും അത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയതും ശരിയാണോ, അത് പാർട്ടി ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പടയൊരുക്കം, വിമർശനങ്ങൾ ശക്തമാകുന്നത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലാണ്. ആരൊക്കെയാണ് രംഗത്തെത്തിയിട്ടുള്ളത്? എന്താണ് ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്ന വിമർശനം? ദിവ്യ, കൊല്ലം ജില്ലയിൽ UDF നേടിയ തിളക്കമാർന്ന വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ സോഷ്യൽ മീഡിയ വഴിയുള്ള കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് നേരിടുന്ന ആക്രമണം. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ യുവ നേതാക്കളുടെ പേരുകൾ വെട്ടിയതിൽ പ്രധാന പങ്കുവഹിച്ചയാൾ കൊടിക്കുന്നിൽ സുരേഷ് MP ആയിരുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അവരാരും പരസ്യ പ്രതികരണവുമായി വരാതിരുന്നതാണ്. DCC പ്രസിഡന്റിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ KSU ജില്ലാ അധ്യക്ഷന്റെ പേര് പോലും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള ഒരു പരാതി ഒരു വിഭാഗം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, അതായത് കൊട്ടാരക്കര നഗരസഭ അത് LDF നിലനിർത്തിയെങ്കിൽ പോലും ഇത്രയും ഒരു തരംഗമുണ്ടായപ്പോൾ അവിടെ UDFന് സീറ്റ് നഷ്ടമുണ്ടാവുകയും ചെയ്തു. ഒരു UDF വിമതൻ ഉൾപ്പെടെ വിജയിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം തന്നെ ഈ പ്രതികരണവുമായി വന്നത് KSU ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അൻവർ സുൽഫിക്കർ ആയിരുന്നു. അതായത് ദേശീയ നേതാവ് പാര വെച്ചാണ് കൊട്ടാരക്കരയുടെ തിരിച്ചടിക്ക് കാരണമെന്നുള്ളതായിരുന്നു പ്രതികരണം. മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ എന്തിനൊഴിവാക്കി എന്നുള്ളൊരു ചോദ്യം ഒഴിവാക്കുന്നത്. ഒരു നേരിട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും മാവേലിക്കരയിൽ താൻ മാത്രം MP മതി എന്നുള്ള ഒരു നിലപാടാണ് ആ നേതാവ് സൂചിപ്പിക്കുന്നത്. അതായത് കൊടിക്കുന്നിലിന്റെ പേര് പരോക്ഷമായി പറഞ്ഞുകൊണ്ടായിരുന്നു അൻവർ സുൽഫിക്കർ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള അജു ജോർജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത്. കൊട്ടാരക്കര നഗരസഭയിലേത് കൊടിക്കുന്നിലിന്റെ വിജയം എന്നുള്ള രീതിയിലാണ് ഒരു പരിഹാസ പോസ്റ്റ് വന്നിരിക്കുന്നത്. അവിടെ ഭരണം പിടിച്ചിരിക്കുന്നത് LDF ആണ്. അപ്പോൾ അതിന് മറ്റൊരർത്ഥത്തിൽ അത് കൊടിക്കുന്നിലിന്റെ കൂടെ വിജയം എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു പോസ്റ്റിൽ അജു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കൊട്ടാരക്കര എന്തിനാണ് പാർട്ടി എങ്ങനെ നശിപ്പിക്കുന്നത്? ശക്തമായ അടിവേരുകൾ അറുക്കപ്പെട്ട മഹാവൃക്ഷം പോലെ കോൺഗ്രസ് കൊട്ടാരക്കരയിൽ കത്തിത്തീരുന്നു. നിങ്ങൾ പാർട്ടിയെ വളഞ്ഞ് പിടിച്ചിരിക്കുന്ന നീരാളിപ്പിടുത്തം വിടുക എന്നുള്ള രീതിയിലാണ് അജുവിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ ഗൗരവകരമായി തന്നെ കാണുന്നുണ്ട്. KSU നേതാവിന്റെ ഈ പരാമർശം ഉൾപ്പെടെയുള്ളത് KSU സംസ്ഥാന അധ്യക്ഷനെ കൃത്യമായി അറിയിക്കുന്നു. പിന്നാലെ കൊടിക്കുന്നിലിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നത്. ഇക്കാര്യം നേതൃത്വം പരിശോധിച്ച് നടപടിയെടുക്കട്ടെ എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പ്രതികരണം. വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.